ആ വാർത്ത വരുന്നു. 2020 ലോകകപ്പിൽ അട്ടിമറി തുടരുകയാണ്. ന്യൂസിലൻഡിനെ അഫ്ഗാനിസ്ഥാൻ അട്ടിമറിച്ചു. 84 റൺസിനാണ് ന്യൂസിലൻഡിനെ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചത്. അനിൽ വാസുദേവ് കൂടുതൽ ആവശ്യം നിറഞ്ഞ അപ്ഡേറ്റ്സുമായി നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. അങ്ങനെ 2020 ലോകകപ്പിൽ അട്ടിമറി പരമ്പര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക പാകിസ്ഥാനെ തോൽപ്പിച്ചു. ഇന്നലെ രാത്രി അയർലാൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് കാനഡ അവരുടെ ചരിത്രത്തിൽ ആദ്യ ജയം നേടി. അതിൻ്റെ മണിക്കൂറുകൾക്ക് മാത്രം പിന്നിട്ടപ്പോഴാണ് മറ്റൊരു അട്ടിമറി കൂടി സംഭവിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ സമീപകാലത്ത് വലിയ വിജയങ്ങളൊക്കെ നേടിയ ടീമാണ്. പക്ഷേ അവരെക്കാൾ വലിയ സംഘമാണ്, വലിയ ചരിത്രമുള്ള ടീമാണ് ന്യൂസിലാൻഡ്. പക്ഷേ അവരെ ഒരു തരത്തിലും ഒരു മുന്നേറ്റം പോലും അനുവദിക്കാതെ അങ്ങനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഒരു വമ്പൻ ജയം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. 84 റൺസ് എന്ന് പറയുന്നത് 2020 ക്രിക്കറ്റിൽ ഒട്ടും തന്നെ എളുപ്പമല്ല, അല്ലെങ്കിൽ വലിയ സ്കോറിലുള്ള ഒരു പരാജയം തന്നെയാണ് ന്യൂസിലാൻഡിന് സംഭവിച്ചിരിക്കുന്നത്. 159 റൺസാണ് അഫ്ഗാനിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ എടുത്തത്. ഗുർബാസ് ആണ് അവരുടെ ഈ ഒരു വലിയ സ്കോറിലേക്ക്, അവർക്ക് ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് അവരെ കൊണ്ടുപോയത്. 80 റൺസാണ് ഗുർബാസ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ന്യൂസിലാൻഡിന് പാടെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 75 റൺസിന് എല്ലാവരും തന്നെ പുറത്തായി. ആ നിരയിൽ 2 പേർക്ക് മാത്രമാണ് 2 അക്കം കാണാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ താരങ്ങളും ഒറ്റ ഡിജിറ്റിൽ പുറത്താവുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് നായകൻ റാഷിദ് ഖാനും ഫസൽ ഫാറൂഖിയും ചേർന്നാണ്. ഇരുവരും 4 വിക്കറ്റ് വീതം വീഴ്ത്തി. മുഹമ്മദ് നബിയാണ് 2 വിക്കറ്റ് വീഴ്ത്തിയ മറ്റൊരു താരം. എന്തായാലും അഫ്ഗാനിസ്ഥാൻ രണ്ടാം ജയത്തോടുകൂടി സൂപ്പർ 8 സാധ്യതകൾ കൂടുതൽ സജീവമാക്കി, ഇല്ലെങ്കിൽ ഏറെക്കുറെ ഉറപ്പാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം കിവീസിന് ഈ ഒരു തുടക്കം വലിയ നിരാശപ്പെടുത്തുന്നതാണ്. അവർ ഒരുപക്ഷെ ഇത്തവണ കിരീടം നേടാമെന്ന പ്രതീക്ഷയോട് വലിയ സംഘവുമായിട്ടാണ് വന്നത്. പക്ഷേ തുടക്കം തന്നെ വളരെ മോശമായിരിക്കുകയാണ്. എന്തായാലും ഇനി കിവീസിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അഫ്ഗാനിസ്ഥാൻ എന്തായാലും കുതിക്കട്ടെ. അവരുടെ നാട്ടിലെ വലിയ പ്രശ്നങ്ങൾക്കിടയിലും ആ ടീം ഇങ്ങനെ മുന്നേറുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ക്രിക്കറ്റ് ലോകത്തിനും അല്ല, മറ്റ് അവരുടെ ഭീകരവാദവും അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ തകർക്കുമ്പോഴും ആ രാജ്യത്തെ ക്രിക്കറ്റാണ് അവരെ യുണൈറ്റ് ചെയ്യിക്കുന്നത്. ഒപ്പം തന്നെ ആ ടീമിനെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. താങ്ക് യു അനിൽ വാസുദേവ്.